Now, the second chapter, microeconomics, theory based, the theory of consumer behavior. That's a big chapter. That chapter we one by one night. Okay. Theory of consumer behavior. We will the utility. This is a question. We starting this chapter. Utility is what are the two types of utility? But utility is it's a want satisfying power of a commodity. We satisfy that is known as utility. Okay. What are the two types of distinguish between cardinal utility and ordinal utility? Now, utility is a question features of utility. What utility features? Okay, utility features. Utility features it is subjective. That's വ്യക്തികൾ തോറും മാറിക്കൊണ്ടിരിക്കും. അതായത് ഡ്രിങ്ക്സ് കഴിക്കുന്ന നല്ല ആൽക്കഹോൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് കിട്ടുന്തോറും അയാൾക്ക് എന്ത് ചെയ്യും സാറ്റിസ്ഫാക്ഷൻ കൂടും ഇല്ലേ അപ്പോൾ ആ ആൽക്കഹോളിന് അയാൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഡ്രിങ്ക്സ് അടിക്കാത്ത ഒരാൾക്ക് അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ ഇല്ല അപ്പോൾ ഒരു സാധനം രണ്ട് വ്യക്തികൾക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണെന്നൊന്നും പറയാൻ കഴിയില്ല ഇറ്റ് ഡിപെൻഡ്സ് ഇറ്റ് വേരീസ് അതാണ് പറയുന്നത് ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ഓക്കെ അത് സബ്ജക്റ്റീവ് ആണ് അതേപോലെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് വേരീസ് ഫ്രം place to place. സ്ഥലങ്ങൾ തോറും അത് മാറിക്കൊണ്ടിരിക്കും place to place. ഇപ്പം ഇവിടെ കേരളത്തിൽ ഇപ്പം നല്ല ചൂടാണെന്ന് അറിയാം അല്ലേ അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് എനിക്കൊരു കംപ്ലീറ്റ് പുതപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നോ യൂട്ടിലിറ്റി അറ്റ് ഓൾ ഇപ്പം അതിനൊരു യൂട്ടിലിറ്റി ഉണ്ടാവില്ല നേരെ മറിച്ച് ഞാൻ വല്ല കാശ്മീരിലോ മറ്റോ ആയിരുന്നെങ്കിൽ ആ കംപ്ലീറ്റ് പുതപ്പിന് എന്തുണ്ട് നല്ല യൂട്ടിലിറ്റി ഉണ്ടാവും നല്ല സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ആ കംപ്ലീറ്റ് പുതപ്പ് തരും അപ്പോൾ ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഫീച്ചേഴ്സ് ഓഫ് യൂട്ടിലിറ്റി കേട്ടോ അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ആണ് ഇനി ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റി രണ്ടെണ്ണം ഉണ്ട് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഉണ്ട് അതേപോലെ കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി ഇതാണ് രണ്ട് ടൈപ്സ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അപ്പോൾ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി കാർഡിനൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ് ഇപ്പോൾ ഒരു ആപ്പിൾ കഴിക്കുന്നു എനിക്ക് 2 സാറ്റിസ്ഫാക്ഷൻ കിട്ടി രണ്ടാമത്തെ ആപ്പിൾ കഴിക്കുന്നു എനിക്ക് 4 സാറ്റിസ്ഫാക്ഷൻ കിട്ടി അപ്പോൾ എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ ഞാൻ നമ്പറിൽ എണ്ണുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കാർഡിനൽ യൂട്ടിലിറ്റി നേരെ മറിച്ച് അതൊരു ഉള്ള കാര്യമൊന്നും തോന്നുന്നില്ല കേട്ടോ നേരെ മറിച്ച് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് യൂട്ടിലിറ്റി ക്യാൻ ബി റാങ്ക്ഡ് ഓർ കമ്പയർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സിൽ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ റാങ്ക് ചെയ്യാം ഒന്നാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി രണ്ടാമത്തതിനേക്കാളും അല്ലെങ്കിൽ രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി മൂന്നാമത്തതിനേക്കാളും അങ്ങനെ റാങ്ക് കൊടുക്കാം അല്ലെങ്കിൽ കമ്പയർ ചെയ്യാം അതിനുവേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും ഓർഡിനൽ യൂട്ടിലിറ്റി ഉപയോഗിക്കും ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലംസ് ആണ് ചോദിക്കാറ് അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തുകൊണ്ട് ഡയഗ്രാം ആണ് ചോദിക്കാറ് അതാണ് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം ദ ടേബിൾ കേട്ടോ ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി ടേബിൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് കോളത്തിൽ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് തന്നിട്ടുണ്ട് രണ്ടാമത്തെ കോളത്തിൽ ടോട്ടൽ യൂട്ടിലിറ്റി തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മോട് പറയാണ് ഫൈൻഡ് ഔട്ട് മാർജിനൽ യൂട്ടിലിറ്റി അപ്പൊ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഡീഷൻ ടു അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റിയിലേക്ക് വരുന്ന വർധനവാണ് നമ്മുടെ എന്ത് മാർജിനൽ യൂട്ടിലിറ്റി അതിനൊരു ഫോർമുലയൊക്കെ ഉണ്ട് ടി ഓഫ് എൻ മൈനസ് ടി ഓഫ് എൻ മൈനസ് 1 ഫോർമുലയൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാറില്ല പക്ഷെ കാരണം അത് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് മാർജിനൽ യൂട്ടിലിറ്റി ഇതാണ് ചിലപ്പോൾ 2 മാർക്കിന് ഈ ഭാഗത്തുനിന്ന് യൂട്ടിലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തിയറി ബേസ്ഡ് ആയിരിക്കാം ഇത് നമ്മുടെ എന്താണ് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യനുമാണ് കേട്ടോ എക്കണോമിക്സിന് ഏറ്റവും പ്രത്യേകത തന്നെയാണ് തിയറി ഉണ്ടാവും അതിനൊരു എന്താ പറയുക പ്രോബ്ലം ന്യൂമറിക്കൽസും ഉണ്ടാവും ഓക്കെ അപ്പം നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാം ആദ്യത്തെ മാർജിനൽ യൂട്ടിലിറ്റി ബ്ലാങ്ക് ആണ് ക്ലിയർ ഇനി നമ്മൾ നോക്കുക ടോട്ടൽ യൂട്ടിലിറ്റി ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ 10 ആണ് രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ നമുക്ക് കിട്ടി 18 അപ്പോൾ എത്രേന്റെ വർധനവ് ഉണ്ടായത് 8ന്റെ വർധനവ് ഉണ്ടായത് 10ന്ന് എത്രയായി ഇപ്പം 18ആയി അതായത് 18 മൈനസ് 10 8 പിന്നെ 18ന്ന് ഇപ്പം 24ലേക്കായി അപ്പൊ 18ന്ന് എത്ര 24 ആയിട്ട് കൂടിയില്ലേ അപ്പൊ എത്ര എണ്ണത്തിന്റെ വർധനവ് വന്നിട്ടുണ്ട് 6 എണ്ണത്തിന്റെ അതായത് 24 മൈനസ് 18 6 ഇനി 24ന് 28ആയി നാലാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ 24 ഉണ്ടായിരുന്നത് 28 ആയെങ്കിൽ എൻ്റെ യൂട്ടിലിറ്റി എത്രയാണ് 4 അടുത്തത് 28ന്ന് 30 ആയെങ്കിൽ എത്രയാണ് 2 28ന്ന് 30ന്ന് മക്കളെ 28 ആയി അതായത് കുറഞ്ഞു ചിലപ്പോൾ ഞാൻ ഇവിടെ കഴിച്ച ആപ്പിൾ ഛർദ്ദിച്ചിട്ടുണ്ടാവും അതാണ് അപ്പോൾ 30ന്ന് 28 ആയി കുറഞ്ഞെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് -2 ആണ് മനസ്സിലായോ അപ്പോൾ മക്കളെ ഇവിടെ നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്തു യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ കാണാം എന്ന് നമ്മൾ പഠിച്ചു
പഠിച്ചു. നൗ നെക്സ്റ്റ് വൺ, ഈ പ്രോബ്ലത്തെ ബേസ് ചെയ്തിട്ട് ചിലപ്പം ചോദിക്കും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MU ആൻഡ് TU എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കും, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ഓക്കെ, അപ്പൊ നമുക്ക് മിനിമം ഒരു 3 റിലേഷൻഷിപ്പ് എങ്കിലും വേണം. അപ്പൊ മക്കളെ ഇതിന് ഡയഗ്രാം ഒന്ന് മനസ്സിൽ വെക്കണം. ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ കൂടി കൂടി പോവുകയാണ്, ടോട്ടൽ യൂട്ടിലിറ്റി. പക്ഷെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഇങ്ങനെ താന്നു പോവും. ദിസ് ഇസ് മാർജിനൽ യൂട്ടിലിറ്റി. ഷേപ്പ് ഓർമ്മ വേണം കേട്ടോ. അപ്പൊ നോക്കിയേ, ഒന്നാമത്തത് വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആണ്. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി, രണ്ടാമത്തത് കേട്ടോ, വെൻ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവുമ്പോൾ, ഓക്കെ, വെൻ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 0. ഇനി മൂന്നാമത്തെ റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ്, അതായത് താഴേക്ക് പോകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് നെഗറ്റീവ്. ഇതാണ് റിലേഷൻഷിപ്പ്. ഓക്കെ, 3 റിലേഷൻ ബിറ്റ്വീൻ മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി. നൗ കംസ് നെക്സ്റ്റ് വൺ, ഇൻഡിഫറൻസ് കർവും ഇൻഡിഫറൻസ് മാപ്പും. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഒരു അടുത്ത മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ? ലോക്കസ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് 2 commodity which give same level of utility or satisfaction to the consumer. കൺസ്യൂമറിന് 2, അതായത് ഏത് കോമ്പിനേഷൻ സെലക്ട് ചെയ്താലും സെയിം സാറ്റിസ്ഫാക്ഷൻ ആണ്. നോക്കിയേ, ഇതാണ് ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ്, IC. അപ്പൊ ഇതിന്റെ ഷേപ്പ് പറയുന്നത് കോൺവെക്സ് ആണ്. ഓക്കെ, കോൺവെക്സ് ഷേപ്പ് ആണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്. അപ്പൊ ചോദിക്കും ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, പ്രോപ്പർട്ടീസ് എന്നായിരിക്കും നമ്മൾ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം അത് തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തത് നെഗറ്റീവ് സ്ലോപ്പ് ആണ്, അതായത് ഇങ്ങനെയാണ്. രണ്ടാമത്തത് കോൺവെക്സ് ടു ദ ഒറിജിൻ, അതും ഇത് തന്നെയാണ് മീനിങ്, അതായത് ഇങ്ങനെ താഴേക്ക് പോകുന്നു. നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ, അതൊരിക്കലും ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ കൂട്ടിമുട്ടുന്നില്ല, ഇങ്ങനെ ഒരിക്കലും കൂട്ടിമുട്ടില്ല കേട്ടോ. അടുത്തത് നെവർ ടച്ചസ് ഓൺ ഐദർ ആക്സിസ്, അതായത് ഇങ്ങനെ ഒരു ആക്സിസിലും ഇത് എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. അടുത്തത് ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. കണ്ടോ, അതായത് ഈ കർവ് നായിരിക്കും ഇൻഡിഫറൻസ് കർവ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഇതിനേക്കാളും. കാരണം ഇതിൽ കൂടുതൽ ഹയർ ഇൻഡിഫറൻസ് കർവിൽ കൂടുതൽ കമ്മോഡിറ്റീസ് ഉണ്ടാവും. ഇതാണ് ഇൻഡിഫറൻസ് കർവിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇൻഡിഫറൻസ് കർവ്.